ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താ അറിയോ, നമ്മളൊരു ഹൈസ്കൂൾ ടീച്ചറും ഹയർ സെക്കൻഡറി തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം. അവയെ പറ്റി ഒന്നുകൂടി നമുക്ക് എടുത്തെടുത്ത് പറയാനാണ്. ഭാവിയിൽ ഇതെങ്ങനെയാണ് ഈ വ്യത്യാസങ്ങൾ കുറച്ചുകൂടിയും വലിയ വ്യത്യാസങ്ങളാവുന്നത് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടല്ലോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഒരു ഹൈസ്കൂൾ ടീച്ചറും ഹയർ സെക്കൻഡറി ടീച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എന്താണ് പറയേണ്ടത്, നമ്മുടെ സ്ഥാനങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഓക്കെ, ഒരു ഹൈസ്കൂൾ ടീച്ചർ എപ്പോഴാണ് ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആകുന്നത് കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം ഹയർ സെക്കൻഡറി ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് സ്കൂളുകളും ഹയർ സെക്കൻഡറി ടീച്ചർമാർക്കില്ല. ഹയർ സെക്കൻഡറി ആയിട്ട് നമ്മുടെ കേരളത്തിലില്ല, ഗവൺമെൻറ് സ്കൂളിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഒരു ഹൈസ്കൂൾ ടീച്ചർ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആകുമ്പോൾ അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ സൊസൈറ്റി കിട്ടും. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഉയർന്ന ഒരു ലെവൽ, നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഒരു ഹൈസ്കൂൾ ടീച്ചർ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എടുക്കുക ആർക്കായിരിക്കും? ഒരു ഹയർ സെക്കൻഡറി ടീച്ചർക്കായിരിക്കും. അപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ എന്തുണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുണ്ട്. മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ ഒരു ഹൈസ്കൂൾ ടീച്ചർ ഹയർ സെക്കൻഡറി ടീച്ചർ വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വില നൽകുന്നത് ആർക്കായിരിക്കും? ഒരു ഹയർ സെക്കൻഡറി ടീച്ചർക്കായിരിക്കും. ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആലോചിച്ച് നോക്കി, സെറ്റൊക്കെ ഒരു PG ഒക്കെ കഴിഞ്ഞ് ഒരു സെറ്റൊക്കെ ക്ലിയർ ചെയ്തു, എന്നിട്ട് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്ത്? ഹയർ സെക്കൻഡറി ടീച്ചർമാർ. നമുക്കറിയാം സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു കടമയാണ്. ഏത് വിഷയമായാലും, മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇംഗ്ലീഷ് ആയാലും ഏതായാലും അതിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അത്രയും ടഫാണ് എന്ത്? സെറ്റ് എക്സാം എന്ന് പറഞ്ഞ സംഭവം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ആ എക്സാം ക്രാക്ക് ചെയ്ത് വിത്ത് പി ജിയിലുള്ള ടോപ്പിക്സ് ആണ് കൂടുതലും സെറ്റ് എക്സാമിലൊക്കെ ചോദിക്കുന്നത്. PG കഴിഞ്ഞ് ആ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വിലയായിരിക്കും സൊസൈറ്റി അവർക്ക് നൽകുക. K3 എക്സാം ഇത്ര മോശം എക്സാം ആണെന്നല്ല പറയുന്നത്. K3 എക്സാമിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൈസ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടി നമുക്കൊരു ഡിഗ്രിയും B.Ed K3 മതിയാവും. പക്ഷേ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആകുമ്പോൾ അത്രയും ഉയർന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആർക്കുണ്ടാകും? ആ ടീച്ചർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും എന്താണ് ഹൈസ്കൂൾ ടീച്ചറിൽ നിന്നും ഹയർ സെക്കൻഡറി ടീച്ചറിലേക്ക് ഒരു സ്ഥാനക്കയറ്റം വേണ്ടി ശ്രമിക്കുന്നത്. മാത്രമല്ല, അവരുടെ ഉയർന്ന ശമ്പള സ്കെയിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഹയർ സെക്കൻഡറി ടീച്ചറിലേക്കാണ് ഒട്ടുമിക്ക ആൾക്കാരും ലക്ഷ്യം വയ്ക്കുന്നത്. മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളറിയാം ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 25 years ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 25 yearsനുള്ളിൽ അന്ന് കയറിയ ഒട്ടുമിക്ക ആൾക്കാർ പയ്യെ റിട്ടയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെന്യൂറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വേക്കൻസീസ് എവിടെ വരെ സാധ്യതയുണ്ട്? ഹയർ സെക്കൻഡറി ലെവലിൽ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒട്ടുമിക്ക ഹൈസ്കൂൾ ടീച്ചർമാർ എവിടേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നത്? ഹയർ സെക്കൻഡറി ടീച്ചർ എന്ന പോസ്റ്റിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യും? PG ഒക്കെ എടുത്തു വെച്ചിട്ട് സെറ്റ് എക്സാം എഴുതും. സെറ്റ് എക്സാം എഴുതുമ്പോൾ PG ടോപ്പിക്സ് ഒരുപാട് ചോദിക്കും. ഇവർ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാൾ കൂടുതൽ എന്തിനു ചോദിക്കാറുണ്ട്? PG ലെവൽ പരീക്ഷയായ സെറ്റ് എക്സാം ചോദിക്കാറുണ്ട്. ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം പുതിയ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, സെറ്റ് എക്സാമിൽ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നാണ് ഇപ്പോൾ ഫസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർമാർ നോക്കുന്നത്. അങ്ങനെയാണ് അവർ പയ്യെ എവിടേക്ക് കയറുന്നത്? ഹയർ സെക്കൻഡറി എന്ന ലെവലിലേക്ക് കയറുന്നത്. ഇപ്പോൾ സീനിയോറിറ്റി വെച്ചും സെറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് ഹയർ സെക്കൻഡറിയിൽ കയറുന്ന ടീച്ചർമാർ വളരെ കൂടുതലാണ്. കാരണം ഇവിടെ സെറ്റ് ഇപ്പോൾ K3 എന്ന പരീക്ഷയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെറ്റിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളാണ് മെയിൻ കാരണം. സെറ്റിൽ മാക്സിമം ഒരു 50% മാർക്ക് ഉണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യാം. പക്ഷെ 50% മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ K3ക്കാണെങ്കിൽ 150-ൽ 90 വേണം ക്വാളിഫൈ ചെയ്യാൻ. സെറ്റിലാണെങ്കിൽ 2 പേപ്പറിലും 50%. ഇപ്പോൾ ജനറൽ പേപ്പർ ആയാലും സബ്ജക്റ്റ് പേപ്പർ ആയാലും 50% മാർക്ക് രണ്ടിനും കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം? നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്, ഹയർ സെക്കൻഡറി ടീച്ചറും ഹൈസ്കൂൾ ടീച്ചറും വ്യത്യസ്തമായ 2 പോസ്റ്റുകളാണ്. ഈ പോസ്റ്റുകളിലേക്ക് മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹയർ സെക്കൻഡറി ടീച്ചർക്ക് ക്വാളിഫിക്കേഷൻസ് എത്രയുള്ള കാരണം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് കുറവായിരിക്കും. മെയിനായിട്ട് MSc കഴിഞ്ഞ് B.Ed എടുത്ത ഒട്ടുമിക്ക ആൾക്കാർ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന ഒരു ടോപ്പ് പോയിന്റിൽ എത്തുമ്പോൾ വളരെ വീക്ക് ആവുകയാണ്. ഞാൻ പറയാം, ലാസ്റ്റ് ജനുവരി ഇപ്പോൾ റിസൾട്ട് വന്നാൽ ലാസ്റ്റ് സെറ്റ് എക്സാം ആണ് ജനുവരിയിലെ സെറ്റ് എക്സാമിന് നോക്കുമ്പോൾ 20-29% ആൾക്കാർ മാത്രമാണ് മാത്സ് എന്നൊരു വിഷയത്തിൽ സെറ്റ് ക്രാക്ക് ചെയ്തത്. അത്രയ്ക്ക് ടഫാണെന്ന് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി ടീച്ചർ എന്ന പോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അത്രയ്ക്ക് ഡീപ്പായ സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് ഹയർ സെക്കൻഡറി ടീച്ചർ ആവുക എന്ന് പറയാൻ പറ്റുക. പിന്നെയാണ്
മാറുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ NEP നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി 2020 ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. ആ സജസ്റ്റ് ചെയ്യുന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ ഹയർ സെക്കൻഡറി എന്ന ലെവലിലേക്കും കുറച്ച് പ്രതിഫലിക്കാൻ സാധ്യത കൂടുതലാണ്. ആസ് എ ഹയർ സെക്കൻഡറി ടീച്ചർ നമ്മുടെ മാറുന്ന ഈ ഫുൾ വിദ്യാഭ്യാസ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഫുൾ ഒരു അഴിച്ചുപണിയുടെ വക്കീലാണ് ശരിക്കും നിൽക്കുന്നത്. നമുക്കറിയാം ഫുൾ സിസ്റ്റത്തെ മാറ്റുകയാണ്. ആസ് പെർ NEP പറയുന്നതനുസരിച്ച് നമുക്കിനി 10 വരെ ഒരു സെക്ഷൻ, +1 +2 വേറെ സെക്ഷൻ എന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് വരിക? ഇതാണ് പുതിയ അക്കാഡമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നോക്കിയേ, ഏറ്റവും ബേസിൽ ഫൗണ്ടേഷണൽ സെക്ഷനിൽ എന്താ വരുന്നത്? അംഗനവാടി, ബാൽവാടിക പോലത്തെ സെക്ഷൻസ് ഏറ്റവും താഴെ. ഒപ്പം 1-2 ക്ലാസ്സുകൾ എവിടെ വരും? ഏറ്റവും താഴെ ഫൗണ്ടേഷണൽ സെക്ഷനിൽ വരും. അതിനുശേഷം പ്രിപ്പറേറ്ററി സെക്ഷനിലാണ് 3 to 5 ക്ലാസ്സുകൾ വരുന്നത്. 6 to 8 ക്ലാസ്സുകൾ മിഡിൽ ഫേസിലും സെക്കൻഡറി ഫേസ് ആയിട്ട് 9 to 12 ക്ലാസ്സുകളും വരികയാണ്. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ എന്ന രീതിയിൽ ഇപ്പോൾ ജോലി കയറുകയാണെങ്കിൽ നമുക്കറിയാം ഹയർ സെക്കൻഡറി ടീച്ചർ 2 പോസ്റ്റുകളുണ്ട്, സീനിയറോട് ജൂനിയറോട്. സീനിയർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് എന്തുണ്ടാകും? +1 +2 സെക്ഷൻസിൽ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാനുണ്ടാകാം. ഒപ്പം തന്നെ ജൂനിയർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് എന്തുണ്ടാകും? 9 to 10 ക്ലാസ്സുകൾ എടുക്കാനും സാധ്യത കൂടുതലാണ്. അതനുസരിച്ച് ഈ ഫുൾ സെക്ഷൻസിനെ നമുക്കൊരു ഹയർ സെക്കൻഡറി ടീച്ചർമാരുടെ ഡൊമിനൻസ് ഉള്ള സെക്ഷൻ ആക്കി ഈ സെക്കൻഡറി സെക്ഷനെ മാറ്റാൻ പറ്റും. ഇപ്പൊ പഴയത് നിങ്ങൾക്കറിയാം എന്താണ് ബേസ്, അംഗനവാടി, ബാലവാടി പോലത്തെ സെക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1 to 10 വരെ ഉള്ള സെക്ഷൻ. ഒപ്പം തന്നെ +1 +2 വേറെ സെക്ഷൻ എന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇവരെയായിരുന്നു നമ്മൾ കേട്ടറ്റിനും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഏറ്റവും മുകളിൽ സെറ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ പാറ്റേൺ വരിക. വൈകാതെ 2 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാകുമെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള പാറ്റേണിലേക്ക് മാറുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത? നമുക്ക് ഹയർ സെക്കൻഡറി ടീച്ചർമാരുടെ ഇമ്പോർട്ടൻസ് ഭാവിയിൽ കൂടി വരാൻ സാധ്യതയുണ്ട്. ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആകുക എന്ന സ്വപ്നത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. വരുന്നൊരു സെറ്റ് എക്സാം, അതായത് ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം എന്ന പരീക്ഷ, ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അപ്പോഴേക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാം. 6 യൂണിറ്റുകളും പക്കയായിട്ട് പഠിച്ച് ഒരു പക്കാവ് സ്റ്റഡി പ്ലാനോടെ പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഈ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റിന്റെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേരുവാനായും മറ്റു വിവരങ്ങൾ അറിയുവാനായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒപ്പം തന്നെ മറ്റു ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പക്കയായിട്ടൊരു പ്ലാനോടെ പഠിച്ചു പോയാൽ നമുക്ക് ഈ സെറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത് ഹൈസ്കൂൾ ടീച്ചർമാർ, ഹയർ സെക്കൻഡറി ടീച്ചർമാരിലുള്ള വ്യത്യാസങ്ങളും അവ എങ്ങനെയാണ് സമൂഹം ട്രീറ്റ് ചെയ്യുന്നത് എന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട്, അത്യാവശ്യമായി അറിയാൻ കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്